നമ്മൾ പലപ്പോഴും പൊതുജനങ്ങളുടെ സ്വത്ത് കവർന്നു തിന്നുന്ന വിഷയത്തിൽ ഒരു യാത്ര ചെയ്യുന്ന വേളയിൽ റോഡിൻ്റെ വക്കിൽ നിൽക്കുന്ന പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതിൽ യാതൊരു മടിയും കൽപ്പിക്കാത്ത ആളുകളാണ്. അത് നമുക്ക് അവകാശപ്പെട്ടതെന്ന രൂപേണ പലപ്പോഴും നമ്മൾ കഴിക്കാറുള്ളത്. ഒരു ചരിത്ര സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആകർഷിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം മദീനയിലൂടെ നടക്കുന്ന വേളയിൽ ശക്തമായൊരു കാറ്റുണ്ടായി. ആ കാറ്റിൽ ഉമർ ഫാറൂഖ് കാണുന്ന രംഗമുണ്ട്. ആ കാറ്റിൻ്റെ ശക്തിയിൽ പറന്നു പോവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആടി ഒലിയാതിരിക്കാൻ വേണ്ടി ഒരു കൊച്ചു പെൺകുട്ടി അവിടെയുള്ള ഒരു വസ്തുവിൽ ബലമായി പിടിച്ചു നിൽക്കുന്ന രംഗമാണ് ഉമറുൽ ഫാറൂഖ് ദൂരെ നിന്ന് കാണുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളോട് ചോദിച്ചത്, ഏതാണ് ആ കുട്ടി? ആ കുട്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഒരുപക്ഷെ വീട്ടിൽ ഭക്ഷണമില്ലാത്തതിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം അവർക്ക് കാണുന്നുണ്ട്, അവരുടെ ശരീരത്തിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറയും. എന്നിട്ട് കൂട്ടുകാരോട് അദ്ദേഹം ചോദിക്കുന്നത്, ഇതാരുടെ കുട്ടിയാണ്? എന്താണ് ഈ കുട്ടിയുടെ വീട്ടിൽ പ്രശ്നം? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഉമർ ഫാറൂഖിനോട് പറയും, നിങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് കുറച്ചുകൂടി സമ്പത്ത് എനിക്ക് തന്നിരുന്നെങ്കിൽ ആരോഗ്യകരമായ ഫലഭൂയിഷ്ടമായ ഭക്ഷണങ്ങൾ വാങ്ങി, പോഷകാഹാരങ്ങൾ വാങ്ങി ഞാൻ ആ കുഞ്ഞിന് കൊടുക്കുമായിരുന്നല്ലോ. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്തമാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൈത്തുൽ മാലിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ 1% പോലും, ഒരു അണുമണി തൂക്കം പോലും ഞാൻ നിനക്ക് നൽകുകയില്ല എന്ന് അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത് പറഞ്ഞത്, നിന്റെ മകളെ ഭക്ഷിക്കണമെങ്കിൽ, നിന്റെ കുടുംബത്തെ ഭക്ഷിക്കണമെങ്കിൽ നീ സ്വന്തമായി അധ്വാനിക്കണം, അല്ലാതെ ബൈത്തുൽ മാലിലേക്ക് നോട്ടത്തിൻ്റെ ആവശ്യമില്ല എന്ന് മഹാൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള, നമ്മൾ ഒരുപാട് ഗുണപാഠങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. നമുക്ക് പൊതുജനങ്ങളുടെ സ്വത്തോ വഴിയിൽ കിടക്കുന്ന പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ അന്യൻ്റെ മുതലോ നമുക്ക് പലപ്പോഴും ഏതെങ്കിലും ഫത്വയിലൂടെയോ നിയമങ്ങളിലൂടെയോ നമ്മൾ നമ്മുടേത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പൂർവ്വസൂരികളായ ആളുകൾ, മഹാൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണിക്കുന്ന സൂക്ഷ്മത എത്രത്തോളം വലുതായിരുന്നു എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ, ഹറാമുകളിൽ നിന്ന്, അനാവശ്യ വിഹിതങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിന്നാൽ സ്വർഗം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുന്നറിയിപ്പ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.